a CAG report that does not mention this document, that does not mention the dissent that the negotiating team itself made on price, on timing, I don't think it's worth the paper. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. വില പറയാത്ത CAG റിപ്പോർട്ട് UPA കാലത്തേക്കാൾ 2.8% കുറവെന്ന് പറയുന്നു. സോവറിൻ ഗ്യാരണ്ടിയും ബാങ്ക് ഗ്യാരണ്ടിയും ഇല്ലാത്ത കരാറിൽ ദസോയ്ക്ക് ലാഭമുണ്ടാക്കിയെന്നത് എതിർവാദം. അംബാനിയെ കൂടെ കൂട്ടിയ കാര്യം CAG റിപ്പോർട്ടിലില്ല. എന്നാൽ HAL-നെ പങ്കാളിയാക്കിയത് പറയുകയും ചെയ്തു. വിലയറിയാതെ വില കുറയുകയും കരാറിനെ സംബന്ധിച്ച് ഉയർന്ന വിയോജനക്കുറിപ്പുകൾ പരിശോധിക്കാതെയും എങ്ങനെ ഈ CAG റിപ്പോർട്ട് പൂർത്തിയാക്കി? CAG റിപ്പോർട്ട് വില കുറവും വേഗത്തിലുള്ള ലഭ്യതയും ഉറപ്പുവരുത്തുമ്പോൾ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലെ 3 പേരുടെ വിയോജനക്കുറിപ്പ് ഇതിനെ മറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു? ഈ ഘട്ടത്തിലാണ് CAG റിപ്പോർട്ടിനെ ചൗക്കീദാർ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പ്രതിപക്ഷം വിളിക്കുന്നത്. ഇത്തരുണത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. കാവൽക്കാരന് വേണ്ടി മാത്രം ചമച്ചതോ CAG റിപ്പോർട്ട്? താരതമ്യം ചെയ്തത് ഇല്ലാത്ത കരാറിന്റെ കാലത്തെ മാനദണ്ഡങ്ങളും ഉള്ള കരാറും തമ്മിലോ? ഉയർന്ന ആരോപണങ്ങൾക്ക് CAG റിപ്പോർട്ടിൽ മറുപടി ഉണ്ടോ? ഇത്ര ലാഭകരമെങ്കിൽ 126 വിമാനങ്ങളെ എന്തിന് 36 കുറച്ചു? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്ക് കടക്കുമ്പോൾ അതിഥികൾ മുഹമ്മദ് റിയാസ് CPIM പ്രതിനിധിയായി, കോൺഗ്രസ് പ്രതിനിധിയായി BRM ഷഫീർ, BJP പ്രതിനിധിയായി P ശ്രീകുമാർ, ഒപ്പം നിരീക്ഷകരായി ലാൽകുമാറും ജ്യോതിർഗമയ അജയകുമാറും. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചു. ചർച്ച തുടരുമ്പോൾ തീർച്ചയായും ഉയരുന്ന സംശയങ്ങൾ റഫേലുമായി ബന്ധപ്പെട്ടതാണ്. റഫേലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ തുറുപ്പുചീട്ടായി മോദി സർക്കാർ ഉയർത്തിക്കാട്ടിയത് സിയാൻഡേജി റിപ്പോർട്ടാണ്. ആ സിയാൻഡേജി റിപ്പോർട്ട് ഇന്ന് മോദി സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകുമ്പോൾ അതുയർത്തുന്ന സംശയങ്ങളുണ്ട്, അതുയർത്തുന്ന പ്രശ്നങ്ങളുണ്ട്. മുഹമ്മദ് റിയാസ് ഇപ്പോൾ ലഭ്യമാണെങ്കിൽ അദ്ദേഹത്തിലേക്ക് പോകാം, ഇല്ലെങ്കിൽ P ശ്രീകുമാറിലേക്ക് വരാം. മുഹമ്മദ് റിയാസ് ലഭ്യമാണോ? തീർച്ചയായും ശ്രീ P ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ, അതായത് ഈ സിയാൻഡേജിയെ കുറിച്ച് നിരവധി ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഉയർത്തിയിരുന്നു, പ്രതിപക്ഷം ഉയർത്തിയിരുന്നു, രാഹുൽ ഗാന്ധി നേരിട്ടും പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കവെയാണ് 2.86% കുറഞ്ഞു ഇതിലെ വില UPA കാലത്തേക്കാൾ എന്നത് മുമ്പോട്ട് വെക്കുന്നത്. ഈ CAG റിപ്പോർട്ട് നൽകുന്ന പുറത്തുള്ള രാഷ്ട്രീയ ചർച്ചകളെ താങ്കൾ തുടക്കമിടൂ. എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ച് BJPക്ക് പറയാനുള്ളത്? അല്ല, ഈ CAG റിപ്പോർട്ടിനെ പ്രതിപക്ഷവും കോൺഗ്രസും രാഹുൽ ഗാന്ധിയൊക്കെ വളരെ നേരത്തെ തൊട്ട് എതിർത്തു അല്ലെങ്കിൽ വിമർശിച്ചു എന്നുള്ളത് തെറ്റ്. അതാണ് ബേസിക് ആയിട്ടുള്ള തെറ്റ്. ആദ്യമായിട്ട് CAGയെ കുറിച്ച് ഒരു നെഗറ്റീവ് പറയുന്നത് കപിൽ സിബലാണ്. 2 ദിവസം മുമ്പ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഈ CAG റിപ്പോർട്ട് നാളെ പാർലമെന്റിൽ പ്ലേസ് ചെയ്യാൻ പോവാണ്, പക്ഷേ ആ CAGയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഈ കരാറിൻ്റെ ഒരു ഘട്ടത്തിൽ കരാർ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ധനകാര്യ വകുപ്പിൻ്റെ ചുമതലയുള്ള ആളായിരുന്നു. അദ്ദേഹത്തോടെ അറിഞ്ഞുള്ള, അദ്ദേഹം കൂടെ സാങ്ഷനാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഫൈനാൻസ് പൈസ കൊടുത്ത ഒരു കരാറായതുകൊണ്ട് അദ്ദേഹം CAG ആകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എതിർപ്പാണ്, അല്ലാതെ ശരിയല്ല എന്ന് കപിൽ സിബലാണ് പറഞ്ഞത്. നമുക്കറിയാം കപിൽ സിബൽ ആരാ നമുക്കറിയാം. എല്ലാ ഇത്രയുള്ള സ്ഥാപനങ്ങൾക്കെതിരെയും വേണ്ടാത്ത ആരോപണം ഉന്നയിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ്. അതായത് അംബാനിയുടെ വക്കീലാണ് ഈ കപിൽ സിബൽ. ലണ്ടനിൽ പോയിട്ട് ആണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെതിരെ കപിൽ സിബൽ ആരോപണം ഉന്നയിച്ചത്. സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ അത് BJP ജഡ്ജിയാണെന്ന് ഞാൻ പറഞ്ഞേ. ഇത് കോൺഗ്രസോ പ്രതിപക്ഷോ ഈ CAGക്കെതിരെ നിലപാടെടുത്ത് കപിൽ സിബൽ 2 ദിവസം മുമ്പാണ് ഫസ്റ്റ് ടൈം ഈ CAGക്കെതിരെ ആരോപണം വരുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷവും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ ആരോപണം ഉന്നയിച്ചത് തെറ്റ്. അതാണ് ബേസ്ലെസ്. അത്ര തെറ്റിൽ നിന്ന് നിങ്ങൾ ചർച്ച നടക്കും. ആദ്യമായിട്ട് കപിൽ സിബലാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി ഉള്ളപ്പം തന്നെ, രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉള്ളപ്പം തന്നെയാണ് കപിൽ സിബലിനെ പത്രസമ്മേളനം നടത്തിയത്, രാഹുൽ ഗാന്ധി അല്ല. അങ്ങനെ ഗൗരവമുള്ള കൃത്യമായിട്ട് അറിയണമെങ്കിൽ അത് നടത്തണ്ടേ? പിന്നെ അതുമല്ല, അന്ന് വരെ ഈ കപിൽ സിബൽ ഈ പത്രസമ്മേളനം നടത്തുന്നവരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? CAG റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നു, CAG റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുക്കുന്നില്ല. CAG റിപ്പോർട്ട് എവിടെ? അന്നൊന്ന് ഈ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു മുൻപ് ഈ കോൺഗ്രസ്സുകാർക്കോ ആർക്കും അറിഞ്ഞുകൂടി. അപ്പൊ ഇതല്ല, CAGക്കകത്ത് ഇങ്ങനെ ഒരു പരാമർശമാണ് വരാൻ പോകുന്നതെന്ന് കപിൽ സിബലിന് അദ്ദേഹത്തിന്റെ സോഴ്സിൽ കൂടെ അല്ലെ കോൺഗ്രസ്സുകാർക്ക് കിട്ടിക്കാണും. അപ്പൊ അത് കൗണ്ടർ ചെയ്യാൻ, അപ്പൊ അങ്ങനെ വന്നാൽ ഇതുവരെ പെട്ടിപ്പൊക്കി എല്ലാം ഇടിഞ്ഞു പോകും.
ഇത് വലിയ മൂന്നിരട്ടി UP-യുടെ കാലത്ത് ഉണ്ടാക്കിയ കരാറിനേക്കാളും മൂന്നിരട്ടി തുകയ്ക്കാണ് ഈ കരാർ എന്നൊക്കെ പറഞ്ഞതെല്ലാം പൊളിഞ്ഞ് പാളീഷാവും. അപ്പം ഈ CAG റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു ഹിന്റ് വരാൻ പോകുന്നതായിട്ട് ഭരണഘടനാ സ്ഥാപനത്തെ കളിയാക്കാൻ വേണ്ടി ഈ CAG-ക്കെതിരെ ആരോപണം ഉന്നയിക്കുക. അതുവരെ ഇല്ല പിറ്റേ ദിവസം സഭയിൽ വെക്കാൻ പോകുന്നത് ആരോപണം വേറെ ആരാ ഉന്നയിച്ച കപിൽസിബിളല്ലേ വാദിച്ചത്. കപിൽസിബിൾ വക്കീലാണ്. ഏത് കള്ളന്റെയും ഏത് കൊള്ളക്കാരന്റെയും കേസ് വാദിക്കാൻ മിടുക്കനായ കപിൽസിബിൾ. അയാള് ഇലക്ഷൻ കമ്മീഷനിൽ ലണ്ടനിൽ പോയി വക്കാലത്തിന് നമുക്കറിയാമല്ലോ, പൊളിഞ്ഞ് പാളിഷായില്ലേ. ആർക്കെല്ലാം വേണ്ടി അദ്ദേഹം വക്കാലത്തെത്തിരിക്കുന്നു. കഴിഞ്ഞ ചീഫ് ജസ്റ്റിസിനെതിരെ കോൺഗ്രസ്സുകാർ അതിന് മറുപടി പറയട്ടെ. എന്റെ സംശയമാണ് കോൺഗ്രസിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് വെച്ചതേ ഉള്ളൂ. അതല്ല ഇവിടുത്തെ കാതലായ വിഷയം. അതിന് മറുപടി ആ ആരോപണങ്ങൾക്ക് കോൺഗ്രസ് മറുപടി ഇട്ടെ. എന്റെ സംശയം കം ടു ദി പോയിന്റ് ശ്രീകുമാർ, അതായത് 2.86% കുറച്ചു വില UPA കാലത്തെ കരാറിൽ നിന്ന് എന്നുള്ളത് പറയുന്നു. ആ വില വിവരത്തെ സംബന്ധിച്ച് എന്ത് വിവരമാണുള്ളത്? 1. 2, 9% കുറവാണ് UPA കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ളത്. 9% കുറവാണ് എന്ന് പാർലമെന്റിൽ നിർമ്മലാ സീതാരാമനും മോദിയും പറഞ്ഞിരുന്നു. അതെന്തേ 2.86 കുറഞ്ഞു? പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചതോ? 3, HAL, അതായത് ഇല്ലാത്ത കരാറിന്റെ കാലത്ത് 2007 പ്രായോഗികമാകാത്ത കരാറിന്റെ കാലത്ത് HAL-ന്റെ ഓഫ്സെറ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ NDA കാലത്ത് ഒപ്പിട്ട റിലയൻസിന്റെ പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ച് പറയുന്നില്ല. HAL-നെ കുറിച്ച് പറയുകയും എന്തുകൊണ്ട് റിലയൻസിന്റെ സംബന്ധിയെക്കുറിച്ച് പറയാതിരിക്കുകയും ചെയ്യുന്നു CAG-ൽ. 4, നെഗോഷിയേഷൻ ടീം ഇതിൽ വിയോജനക്കുറിപ്പ് 3 എഴുതി. അതടക്കം ദ ഹിന്ദുവും ക്രെഡിബിളായ പത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന നിരവധി വാർത്തകളുണ്ട്. അതൊക്കെ മാനദണ്ഡമാക്കിയ പരിശോധന ഈ CAG-യുടെ റിപ്പോർട്ടിൽ ഉണ്ടോ? ഈ 4 കാര്യങ്ങളെ ആസ്പദമാക്കി നമുക്ക് ചർച്ചയെ പുരോഗമിപ്പിക്കാം. ശ്രീകുമാർ, അല്ല, ഈ പറയുന്ന കേട്ടാ CAG പത്രവാർത്തകൾ നോക്കിയാണ് കണക്ക് ഓഡിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. നോ, അതിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ടതാണ്. വിവരക്കേട് നിങ്ങൾ ആവർത്തിക്കാതെ. CAG എന്റെ സംശയമാണ്. പത്രവാർത്ത നോക്കിയല്ല CAG റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ അവരൊക്കെ ഏതൊക്കെ റിപ്പോർട്ട് വെച്ചു, എന്തൊക്കെയുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. റിപ്പോർട്ട് പാർലമെന്റിൽ പ്ലേസ് ചെയ്തേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഇതിന്റെ അകത്ത് നിർമ്മലാ സീതാരാമനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ മുൻ വർഷത്തെക്കായാലും 9% കുറവാന്ന് പറഞ്ഞത് തെറ്റിന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ 9% കുറവാന്ന് പറഞ്ഞത് 2-3% മാറി കാണും. പക്ഷേ അങ്ങനെയല്ലോ പ്രതിപക്ഷം പറഞ്ഞോണ്ടിരുന്നത് എന്താണ്? 3 ഇരട്ടി കൂടുതൽ. അല്ലല്ലോ, ഈ 3% അല്ല, അവിടെ സംശയമാക്കി. അതായത് ഈ 3% സമ്പത്ത് ഉൾപ്പെടെയുള്ള ശ്രീകുമാർ, അതായത് അത് ബേസ് മോഡലിനെ സംബന്ധിച്ചാണ്. അങ്ങനെയല്ലായിരുന്നല്ലോ. ഇന്നലെ വരെ ബേസ് മോഡലിന് ഞാൻ ഇന്നലെ ചർച്ച പറഞ്ഞാണ് 730 കോടി രൂപയായിരുന്നു ഒരു വിമാനത്തിന്റെ ബേസ് മോഡൽ 2014. ശരി, എന്താണ് ഇതിന്റെ വില? 70 UPA കാലത്തിൽ നിന്നും ഇപ്പോഴുള്ള വിമാനത്തിന്റെ വില എന്താണ്? അത് 1-ന്റേതാണോ വാങ്ങിയ 36-ന്റേതാണോ? ഇതേ സംബന്ധിച്ച് വില വിവരങ്ങൾ നൽകാതെ എങ്ങനെയാണ് ഈ 2.83% ഒക്കെ കുറഞ്ഞു എന്ന് പറയുന്നത്? എന്ത് യുക്തിയാണ് അതിന്? എന്തുകൊണ്ടാണ് വില കൊടുക്കാൻ പറ്റാത്തതെന്നും എന്തുകൊണ്ടാണ് CAG-ൽ അത് വരാത്തതെന്നുള്ളത് സുപ്രീം കോടതി സർക്കാർ ബോധിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി കൺവിൻസ് ആയിട്ട് വിധിയും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര പറഞ്ഞിട്ടില്ല, എറർ ആപ്ലിക്കേഷൻ പരിശോധിക്കപ്പെടുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ശബരിമല വിധി നടപ്പാക്കണ്ടല്ലോ. ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് വിധിയല്ലേ? നിങ്ങൾ എല്ലാവരും പറയാതെ ശബരിമല കാര്യത്തിൽ എറർ ആപ്ലിക്കേഷൻ മാത്രമല്ല അതിന്മേൽ ചർച്ച നടന്നിട്ടില്ല. അതുകൊണ്ട് എറർ ആപ്ലിക്കേഷൻ അതായത് PSC പരിശോധിച്ചു എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുക്കുക, പിന്നീട് എറർ കൊടുക്കുക, അതിനെക്കുറിച്ച് പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുക. അത് മാത്രമല്ല അങ്ങനെ ആരോപണങ്ങൾ പുറത്ത് ഇവിടെ വന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും എന്തൊക്കെ കോടതിയുടെ റിപ്പോർട്ടിൽ മറച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ചർച്ച കോടതി എന്റെ ചോദ്യം സിമ്പിളാണ്. ശരി, 3% കുറഞ്ഞു എന്ന CA-യുടെ വാദം നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്തിനാണ് ഇത്രയും ലാഭകരമായ ഒരു കരാർ 126 വിമാനത്തിൽ നിന്ന് പിന്നെ 36 കുറഞ്ഞത്?
അല്ല 126 വാങ്ങുന്നല്ലേ ഇപ്പൊ കൂടുതൽ അതെ, അതാണ് ലാഭം. പക്ഷേ നിങ്ങൾ ഈ ചരിത്രം അറിയാതല്ലോ പറയുന്നത്. 126 വിമാനങ്ങളിൽ 18 എണ്ണം ഫ്രാൻസിൽ നിന്ന് മേടിക്കാനും ബാക്കി 108 എണ്ണം ഇന്ത്യയിൽ നിർമ്മിക്കാനുമാണ് UPA സർക്കാർ തീരുമാനിച്ചത്. 2007 തുടങ്ങി പ്രോസസ്സാണ്. ഇത്രയും 10-12 വർഷമായിട്ടും ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം തിരക്കിയപ്പോഴാണ് ഈ കരാറിലെ ഓഫ്സെറ്റ് പാർട്ണറായ HAL അത് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിമാനം വേണമെന്നുള്ള എയർഫോഴ്സിന്റെ ആവശ്യം പറഞ്ഞിട്ട് അവിടുന്ന് നേരിട്ട് 36 ആദ്യം മേടിക്കുക. അതാണ് ഈ 126 38 ആക്കിയത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 36 ആക്കിയത്. അതിനെ മറച്ചു വെച്ചുകൊണ്ട് എന്തുകൊണ്ട് മേടിക്കുന്നില്ല? ലാഭമാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കാനല്ലേ ഫ്രാൻസ് കമ്പനിയായിട്ട് ആദ്യം കരാറുണ്ടാക്കിയത്. ഇവിടെ പറ്റുന്നില്ല. ആന്റണി ഇരുന്നപ്പം പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ഈ NDA സർക്കാർ ആദ്യ കാലത്ത് ഇത് തന്നെയാണ് 126 18 108 എന്നുള്ള ഇക്വേഷൻ ചെയ്യാമെന്ന് നോക്കി. പറ്റുന്നില്ലാത്തപ്പം എന്ത് ചെയ്തു? പെട്ടെന്ന് വേണോ 36 അങ്ങ് റെഡി പർച്ചേസ് കൊടുത്ത് മേടിക്കുക. അപ്പം പറഞ്ഞ എന്താണ്? അന്നുണ്ടാക്കിയ കരാറിന്റെ 3 ഇരട്ടി വിലക്കാണ് മേടിക്കുന്നത് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി. ഇപ്പൊ അതല്ല സംഭവിച്ചല്ലോ. അതിനേക്കാളും വില 2% വില കുറവൊന്നുമില്ല. കണക്കിൽ ഇങ്ങനെ ഒപ്പിച്ചു. അല്ല കണക്കല്ല, കണക്കല്ലാതെ രാഹുൽ ഗാന്ധിയുടെയോ കപിൽ സിബലിന്റെ പത്രസമ്മേളനമാണോ ഡോക്യുമെന്റ് ആയിട്ട് എടുക്കുന്നത്? അല്ലല്ലോ, കോടതി എടുക്കുന്നത് എന്താണ്? കണക്കല്ലേ, സമഗ്രമല്ലല്ലോ. എന്ത് സമഗ്രതക്കുറവ്? എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചു? എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഒരു ഫിനാൻസ് സെക്രട്ടറിയെ കൊണ്ട് ഇപ്പോ ഫിനാൻസ് സെക്രട്ടറി CAG ആയിട്ട് എത്ര വർഷമായി? നിങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ച ഒരു ഇമെയിലോ അല്ലെങ്കിൽ കപിൽ സിബൽ പറഞ്ഞ ആരോപണം നോക്കിയല്ല CAG റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആദ്യം ബേസിക് അമിത്ഷാ റിപ്പോർട്ട് സാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ ഒരു CAG റിപ്പോർട്ട് തയ്യാറാക്കുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുന്ന ഇമെയിൽ നോക്കിയോ കപിൽ സിബലിന്റെ പത്രസമ്മേളനത്തിൽ നോക്കിയല്ല. അതേലും ബേസിക് ആയിട്ട് അതേലും മനസ്സിലാക്കി. ലാൽകുമാറെ, ഇതിനകത്ത് പ്രധാനമായ ഒരു നിരീക്ഷകന്റെ റോൾ ഇവിടെയാണ് എത്തുന്നത്. അതായത് 36 വിമാനങ്ങൾ വാങ്ങാൻ സംജാതമാക്കിയ സാഹചര്യത്തെ സംബന്ധിച്ച് കൃത്യമായി ശ്രീ P. ശ്രീകുമാർ വിശദീകരിച്ചു. അതൊരു രാഷ്ട്രീയ വിശദീകരണമായി എടുക്കാം. ഒന്ന്. രണ്ടാമത്, HAL പോലും പറ്റുന്നില്ല. അതായത് ഇത്രയേറെ പാരമ്പര്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന് പറ്റുന്നില്ല. പക്ഷേ പിന്നെ ആരെ കൊണ്ട് പറ്റും? 10 ദിവസം മുമ്പായ റിലയൻസിന് പറ്റും. അതാണ് ഇതിൽ അഴിമതിയുടെ കാതൽ. അതാണ് ഇവിടെ കാതലായ ചോദ്യം. അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ശ്രീകുമാർ അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം HAL കഴിയില്ല, റിലയൻസിന് കഴിയുമെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? അത് അവിടെ നിന്നാണ് ഇനി ഈ ചർച്ചയെ പുരോഗമിക്കുന്നത്. രാഷ്ട്രീയപരമായി ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ CAG പരിശോധിക്കാത്ത വിഷയങ്ങൾ CAG എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ചെയ്യണം. അദ്ദേഹം പറഞ്ഞതിന് അത് ന്യായമുണ്ട്. കാര്യം അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രൈസ് അവർക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ട വിഷയമാണ്. ഒന്നത് 126 ഫ്ലൈറ്റ് ജെറ്റ് നമുക്ക് വേണമായിരുന്നു എന്നുള്ളത് എയർഫോഴ്സിന്റെ റിക്വയർമെന്റ് ആണ്. ഇത്രയും വില കുറച്ചാൽ ഇത് കിട്ടുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് 126 പോയില്ല? കാര്യം പ്രൈസ് അനുസരിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. വളരെ ലാഭകരമായി നമുക്ക് മേടിക്കാമായിരുന്നു. എന്തുകൊണ്ട് വാങ്ങിച്ചില്ല? ആ വിഷയം ഒന്ന്. അത് ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. അതിലൊന്നും പ്രസക്തിയുള്ള അതിൽ പിടിക്കാം. അതായത് 126 എങ്ങനെ ലാഭകരമാണെന്ന് 36 അയച്ചു. ആ യുക്തി ഒന്ന് പറഞ്ഞു കൊടുക്കില്ല. 126 മേടിക്കാൻ തീരുമാനിച്ചതല്ലോ. ഫ്രാൻസിൽ നിന്ന് 18 എണ്ണം മേടിക്കാൻ തീരുമാനമല്ല. ഒരു മിനിറ്റ്, അങ്ങനെയാണ്. ഒരു കറക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ ഇടപെടത്തില്ല. ചേട്ടൻ പറഞ്ഞു ഞാൻ ഇടപെടില്ല. 126 വാസ് അവർ റിക്വയർമെന്റ്. 126 റിക്വയർമെന്റ് ആണ് എയർഫോഴ്സിന്റെ. റിക്വയർമെന്റ് കുറച്ചു. 126 വാങ്ങാൻ മേടിച്ചത്. 126 ആവശ്യമുണ്ട്. ആവശ്യം ഇപ്പൊ മേടിക്കരുതായിരുന്നു. സുഹൃത്തെ പറഞ്ഞേക്ക്, 126 ആവശ്യമുണ്ട്. അതിൽ ഫ്രാൻസിൽ നിന്ന് 18 എണ്ണം റെഡി പർച്ചേസ് ചെയ്യുക. ബാക്കി ഉള്ളത് ഇന്ത്യ നിർമ്മിക്കുക. ഇന്ത്യ നിർമ്മിക്കാൻ പറ്റുന്നില്ല. കോമ്പീറ്റൻസ് ആരാ പ്രൂവ് ചെയ്തത്? പറയുന്ന കേൾക്ക്. ഞാൻ ചോദിച്ചതിന് മറുപടിയാണ് പറയാം. 126 വേണമെന്ന് പറഞ്ഞു. ഫ്രാൻസിന് 126 തരാൻ കപ്പാസിറ്റി ഇല്ലായിരിക്കും. ഇല്ല, അവര് പറഞ്ഞ് 18 എണ്ണം തരാം, ബാക്കി ഇവിടെ നിർമ്മിക്കും. അവർക്ക് 126 തരാൻ പറ്റുന്നത്? ചേട്ടൻ പറഞ്ഞിട്ട് ഒരു ലോജിക്. പിന്നെ ഒരു മിനിറ്റ് ഒരു കാര്യം. ഈ ഇവരൊക്കെ പറഞ്ഞ കേട്ടാ എന്താ? ബാക്കി അംബാനിക്ക് കൊടുത്തുന്നാണോ? അംബാനിക്ക് ഒരു വിമാനം, അംബാനിക്ക് ടോട്ടൽ 840 കോടിയുടെ ഓഫ്സെറ്റ് കരാറേ ഉള്ളൂ. ഒരു വിമാനം നിർമ്മിക്കാനുള്ള അതുപോലെ അംബാനി വിമാനം നിർമ്മിക്കാൻ കൊടുത്തിട്ടില്ല. HAL പറ്റാത്തത് എങ്ങനെ അംബാനിക്ക് കൊടുത്തുന്ന ചോദിക്കുന്നത്? ഈ അംബാനി ഉൾപ്പെടെ 100 കമ്പനികൾക്കാണ് ഈ 100 കമ്പനികൾ, BRDC ഉൾപ്പെടെ 100ഓളം ടാറ്റ കൺസൾട്ടൻസി ഉൾപ്പെടെ 100ഓളം കമ്പനികളാണ് ഈ ഫ്രാൻസ് കമ്പനിയുടെ ഇവിടെ ഇന്ത്യൻ ഓഫ്സെറ്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. അനിൽ അംബാനി ട്വീറ്റ് ചെയ്ത തെളിവുകളുണ്ട്. താൻ
ഇവിടെ ഇന്ത്യക്ക് വേണ്ടി എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുമെന്ന ആയിക്കോട്ടെ, അനിൽ അംബാനിയുടെ ട്വീറ്റ് ഉണ്ട്. അനിൽ അംബാനി എന്തിനാണ് ഫ്രഞ്ച് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്? ഇതൊക്കെ തൊട്ട് മുമ്പത്തെ കാര്യങ്ങളാണ്. ഇനി ശ്രീ ലാൽകുമാർ പൂർത്തീകരിക്കട്ടെ. ലാൽകുമാർ പൂർത്തീകരിക്കട്ടെ. ലാൽകുമാർ പൂർത്തീകരിക്കട്ടെ. ലാൽകുമാർ പൂർത്തീകരിക്കട്ടെ. ചേട്ടൻ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നമ്മള് HAL പോലത്തെ കമ്പനിക്ക് പറ്റില്ല, പക്ഷെ 10 ദിവസം മുമ്പ് ഉണ്ടാക്കിയ കമ്പനിക്ക് പറ്റും. ഒന്നത്. 2, ജനങ്ങൾ കേൾക്കണ്ട, ജനങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ചേട്ടാ ഞാൻ ജനങ്ങൾ ചിന്തിക്കട്ടെ. 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കമ്പനിക്ക് പറ്റും. ഓഫ്സെറ്റ് കരാർ തന്നെയാണ്. ഓഫ്സെറ്റ് കരാറെങ്കിലും HAL കൊടുക്കാറില്ല. ഇവർ കൊടുത്തോ? ഇല്ലല്ലോ. ഈ പറഞ്ഞ ഈ വലിയ വെച്ച് ഇറക്കി വെച്ച സാധനം ഓഫ്സെറ്റ് കരാർ HAL കൊടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ ഫ്ലൈറ്റ് ഉണ്ടാക്കണ്ട, ഇവർ ഓഫ്സെറ്റ് കൊടുക്കാൻ ഞാൻ ഓഫ്സെറ്റ് കരാർ HAL ഉണ്ട്. ആദ്യം മനസ്സിലാക്കുക. HAL ഉൾപ്പെടെ ടാറ്റ കൺസൾട്ടൻസി ഓഫ്സെറ്റ് കരാറിൽ HAL ആരെങ്കിലും പോയോ? ഫ്രാൻസിലോട്ട് അംബാനി എങ്ങനെ 10 ദിവസം മുമ്പ് പോയത്? അംബാനി എങ്ങനെ 10 ദിവസം മുമ്പ് പോയത്? അല്ല, അംബാനി പോയി. അംബാനി ഞങ്ങൾ ചേട്ടാ എങ്ങനെ ഇടപെടാതെ കോപിക്കാതെ ചേട്ടന്റെ ഞാൻ പറഞ്ഞു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ചേട്ടൻ പറ, ഞാൻ നിർത്തും. ഈ അജിംഷാദ് ഈ പരിപാടി എടുത്തില്ല. ഞാൻ താങ്കൾ കൊച്ചു വരാൻ സംസാരിക്കണ്ടല്ലോ. ജനങ്ങൾ എന്നെ മണ്ടനാക്കിക്കോട്ടെ, താങ്കൾ വിഷമിക്കണ്ട. ജനങ്ങൾ എന്നെ മണ്ടെന്ന് തീരുമാനിച്ചോട്ടെ, താങ്കൾ എന്നെ വിഷമിക്കുന്നേ. എന്റെ ചോദ്യമല്ലേ? അംബാനിക്ക് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗില് സർക്കാർ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിടാൻ പോവാണ്, എനിക്ക് നിങ്ങൾ കരാറ് തരണമെന്ന് പറഞ്ഞാൽ എഴുതിയ ലെറ്ററിന് രാഹുൽ ഗാന്ധി വെറുതെ വിട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും പറയില്ല. 1. 2, സോവറൻ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവർക്ക് എന്നാ സോവറൻ ബോണ്ടിലേക്ക് എത്താൻ പറ്റും, സോവറൻ ഗ്യാരണ്ടിയിലേക്ക് എത്താൻ പറ്റാഞ്ഞത്? സോവറൻ ഗ്യാരണ്ടി വേണം എന്ന് എന്തുകൊണ്ട് സർക്കാർ വാദിച്ചില്ല? ഫ്രാൻസ് സമ്മതിച്ചില്ല, നമ്മൾ സമ്മതിച്ചു. ഏതാ ഫ്രാൻസ് സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ സമ്മതിച്ചു സോവറൻ ഗ്യാരണ്ടി വേണ്ടെന്ന്. അതങ്ങ് പള്ളി പോയി പറഞ്ഞത് നമ്മൾ സമ്മതിക്കത്തില്ല. 1. മൂന്നാമത്തെ വേറെ വിഷയം, CAG ഇന്ന് റിപ്പോർട്ട് വെച്ചിരിക്കുന്നത് എങ്ങനെ അജിംഷാദെ? എല്ലാം പഴയതുമായിട്ടുള്ള കമ്പാരിസണാ. ആരാ ഇവരോട് ചോദിച്ച പഴയത്? ഞാൻ ചോദിച്ചാൽ മനസ്സിലായോ? കോൺഗ്രസ് UPA വേഴ്സസ് NDA ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. CAG റിപ്പോർട്ട് വിടേണ്ടത് അങ്ങനല്ല. അവരുടെ പ്രസന്റ് പൊസിഷൻ അനുസരിച്ച് ഇന്നതാണ് വില അക്കൗണ്ട് ചെയ്ത് കാര്യം പറഞ്ഞാൽ മതി. പഴയതുമായിട്ട് എന്തിനാണ് ഇവർ അക്കൗണ്ട് ചെയ്യുന്നത്? പഴയതുമായിട്ട് എന്തിനാണ് ഇവർ കമ്പാരിസൺ നടത്തുന്നത്? അവിടെയാണ് പൊളിറ്റിക്സ് അവിടെ കടന്നിരിക്കുന്നത്. റിപ്പോർട്ട് അത് പൊളിറ്റിക്കലാക്കിയ റിപ്പോർട്ട്. കാര്യം നിങ്ങൾ UPA വേഴ്സസ് NDA എന്ന് പറഞ്ഞ് CAG എന്താ കമ്പയർ ചെയ്യുന്നത്? എന്തിനാ കമ്പയർ ചെയ്യുന്നത്? അതായത് ഇന്നത്തെ CAG റിപ്പോർട്ടോടുകൂടി അസാധുവായത്, റദ്ദായത് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന റഫേൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് വെറും പേപ്പർ വിമാനങ്ങളാണ് എന്നാണ് മോദി അതിനെ പരിഹസിക്കുകയും ചെയ്തത്. അല്ല, ഞാൻ പറയാം, ചർച്ചയുടെ 1 മണിക്കൂറിൽ അരമണിക്കൂർ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇവർ തമ്മിലുള്ള ഭാഗവതം. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ എന്റെ സമയം നഷ്ടപ്പെടുത്താനും എന്റെ സമയത്ത് ചുരുക്കാനെന്ന് അജിംഷാദിനെ ഞാൻ സമ്മതിക്കില്ല. ഇനി ഇതിനകത്ത് ചില പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ കാതലായ പ്രശ്നങ്ങളിലേക്ക് ചർച്ച പോകണം. ഇപ്പൊ CAG ആണ് റിപ്പോർട്ട് കൊടുത്തത്. ആദ്യം നമുക്ക് ആരാണ് CAG എന്ന് നോക്കാം. ഈ റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് സർക്കാരുമായി കൺസിലേഷൻ നടക്കുന്ന സമയത്ത്, ഉദാഹരണം 2014 ഒക്ടോബർ മുതൽ 2015 ഓഗസ്റ്റ് വരെയാണ് ഈ കൺസിലേഷൻ നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് കേന്ദ്രത്തിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ രാജീവ് മെഹ്റിഷി, അദ്ദേഹമാണ് ഇപ്പോഴത്തെ CAG. എന്ന് പറഞ്ഞാൽ മോഡിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ ഒരു മൈക്രോഫോണാണ് രാജീവ് മെഹ്റിഷി എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, ലാൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. ഇനി നമുക്ക് അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് പോവാം. P. ശ്രീകുമാർ പറഞ്ഞ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും ഇതിന്റെ മെറിറ്റുകളെ സംബന്ധിച്ച് അവർ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന്, ഒരു ഇടവേളയ്ക്ക് ശേഷം ഷഫീറിലേക്ക് തന്നെ എത്താം. ഇടവേളയ്ക്ക് ശേഷം തീർച്ചയായും BRM ഷഫീർ. അതായത് അപ്പൊ ഞാൻ അതിലേക്ക് വരാം. അപ്പൊ CAGയുടെ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? എങ്ങനെയാ? അത് CAG ആദ്യം നോക്കേണ്ടിരുന്നത്, കരാറൊക്കെ അവിടെ നിൽക്കട്ടെ,
കരാറുമായി ബന്ധപ്പെട്ട് പർച്ചേസിംഗിന് വേണ്ടി നെഗോസിയേഷന്റെ 7 അംഗ ടീമിനെ നിയമിച്ചിരുന്നു. ഇത് നെഗോസിയേഷൻ നടത്തേണ്ടതും വില നിശ്ചയിക്കേണ്ടതും വിലയെ സംബന്ധിച്ച് സർക്കാരുമായിട്ട് അതിന്റെ പ്രതിരോധ കൗൺസിലുമായിട്ട് സംസാരിക്കേണ്ടതും അന്തിമ കരാറിലേക്ക് പോകേണ്ടതും IND അഥവാ പിന്നെ 7 മെമ്പേഴ്സ് നെഗോസിയേഷൻ ടീമാണ് വരേണ്ടത്. ആ ടീമിന്റെ റിപ്പോർട്ട് ഇന്നിപ്പോ പുറത്തു വന്നിട്ടുണ്ട്. ആ ടീം ഇങ്ങനെ പറയുന്നു, 3 പേരുടെ ആ ടീം ഡിസെന്റ് നോട്ടോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് മോഡി's new Rafale deal for 36 flight was not on better than the offer made by Dassault for 166 aircraft under UPA എന്ന് പറഞ്ഞാണ് അത് പോകുന്നത്. ഞാൻ അതിലേക്ക് വന്നത്, പ്രധാനപ്പെട്ട ഈ കൺസിലിയേഷൻ നടത്തിക്കൊണ്ടിരിക്കേണ്ട നെഗോസിയേഷൻ നടത്തേണ്ട 7 അംഗ ടീമിലെ ഭൂരിപക്ഷ മെമ്പർമാർ IND ടീമുകൾ കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ അത് ഈ പറഞ്ഞ CAG റിപ്പോർട്ടിന്റെ നേർ വിപരീത ദിശയിൽ പിന്നെ 126 ക്രാഫ്റ്റുകളെയും 36 ക്രാഫ്റ്റുകളെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ട് ഇതായിരുന്നു മോശം, ഇതായിരുന്നു നരേന്ദ്രമോദിയുടെ കരാറായിരുന്നു മോശമെന്ന് ആ നെഗോസിയേഷൻ ടീം പറഞ്ഞതിന്റെ കണ്ടന്റുകളും ആ റിപ്പോർട്ടുകളുമാണ് ഇന്ന് പുറത്തു വന്നത്. ഒന്ന് ആ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ചതും നമ്മൾ പറഞ്ഞതും ഇപ്പോ ഈ CAG മറച്ചു വെച്ചതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതാണ്. രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾ നോക്കൂ, 526 ആയിരുന്ന ഈ അടിസ്ഥാന വില എന്ന് പറയുന്നത് അവസാന വിലയല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അടിസ്ഥാന വിലയും അവസാന വിലയും രണ്ടും രണ്ടാണ്. അടിസ്ഥാന വില എന്ന് പറഞ്ഞാൽ 526 ആയിരുന്നു UPA കാലത്ത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാം. ഇവരുടെ കാലത്തെ അടിസ്ഥാന വില എന്ന് പറയുന്നത് 1611 ആണ്. വളരെ സിമ്പിൾ അല്ലേ? 526 കൂടുതലാണ് 1611 ആണെന്ന് ഏത് മലയാളിക്ക് മനസ്സിലാവുമല്ലോ. അതാണ് ഒരു കാര്യം. രണ്ട്, 18 എണ്ണം അവിടെ നിർമ്മിക്കാനും 108 എണ്ണം HAL കൊടുക്കാനുമാണ് തീരുമാനിച്ചത്. ഇദ്ദേഹം പറഞ്ഞു ഓഫ്സെറ്റ് കരാറാണെന്നൊക്കെ പറഞ്ഞു. HAL കൊടുത്തില്ലല്ലോ. HAL കൊടുക്കാതെ HAL ചെയ്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവർക്ക് കൊടുത്തത് എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ദയവായി നിങ്ങൾ 20 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടായിരിക്കുക. ഞാൻ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ എണ്ണത്തിന്റെ കാര്യത്തിലും ബെറ്റർ ആയിരുന്നു UP എന്നാണ് നെഗോസിയേഷൻ ടീം പറയുന്നത്. 3, 50% ഇന്ത്യൻ ഘടകങ്ങൾ ഇവിടെ വെച്ച് നിർമ്മിക്കാമെന്നും ഏകദേശം ആയുഷ്കാല പിന്നെ പരിപാലന വ്യവസ്ഥ ഉൾക്കൊള്ളുന്നതുമായിരുന്നു അന്നത്തെ കരാർ. എന്നാൽ സാങ്കേതിക കരാർ റിലയൻസിനെ കൈമാറുള്ളൂ, ഇന്ത്യയുടെ ബേസിക് ടീമിന് കൈമാറില്ല എന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ പറയപ്പെടുന്ന CAG കൃത്യമായിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, ഇന്നലെ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഇമെയിലുമായി ബന്ധപ്പെട്ടാണ്. എന്തിനാണ് കരാറിന്റെ 10 ദിവസം മുമ്പ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, കരാറിന്റെ 10 ദിവസം മുമ്പ് അതിന് അനിൽ അംബാനി ഫ്രഞ്ച് മന്ത്രിസഭയുടെ ഓഫീസിനകത്ത് പോയി അവിടുത്തെ പ്രതിരോധ മന്ത്രിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ എയർബസ് ഉദ്യോഗസ്ഥൻ നിക്കോളാസ് കമുസിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചെന്ന് ഈ നിക്കോളാസ് പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത ഇമെയിലാണല്ലോ ഇന്നലെ പുറത്തുവിട്ടത്. അതുമായി ബന്ധപ്പെട്ട് CAG ഈ എയർബസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാക്കും അതിനകത്ത് പറയുന്നില്ല. 2, മൂന്നാമത്തെ കാര്യം ഇതിനകത്ത് പറയുന്നത്, നേരത്തെ പ്രതിരോധത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ മോഹൻകുമാർ, ഇപ്പൊ ഇവരുടെ തന്നെ പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന മോഹൻകുമാർ, ആ മോഹൻകുമാർ പറയുകയാണ് ഈ നെഗോസിയേഷൻ ടീമിന് പാരലായി അഥവാ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രത്യേകം ചർച്ച നടത്തി. അത് പ്രതിരോധ കൗൺസിലിന്റെ ടീമിന്റെ യഥാർത്ഥ ചട്ടങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിരുദ്ധമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതുമല്ല, ഇത് കോൺഗ്രസ് പറഞ്ഞതുമല്ല. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി മോഹൻകുമാർ മലയാളിയാണ്. അദ്ദേഹം ഗവൺമെന്റിന്റെ നോട്ടിൽ എഴുതിയ നോട്ട് പുറത്തു വന്നു എന്ന് പറയുന്നത് ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം പ്രതിരോധ മന്ത്രി പരീക്കർ എഴുതിയ നോട്ടാണ്. നമ്മൾ 7 അംഗ നെഗോസിയേഷൻ ടീമിനെ ഏൽപ്പിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാരലായിട്ട് വിലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തെറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അത് CAG അത് കാണുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, റഫേലുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഈ പിന്നെ ഈ ഇന്ത്യയിൽ നടന്ന വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറയാം. ഈ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി, പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാജീവ് ശർമ്മ ആ ഫയൽ എഴുതി. ആ ഫയലിന് പുറത്തു വരാനുണ്ട്, നാളെ മറ്റന്നാൾ അത് പുറത്തു വരും. രാജീവ് ശർമ്മ എഴുതിയെന്നറിയോ, ഇപ്പോഴത്തെ ഈ കരാർ വ്യവസ്ഥയിലെ വിലയിൽ നിന്നും 20% നെഗോസിയേറ്റ് ചെയ്ത് കുറച്ചില്ലെങ്കിൽ ഭീമമായ നഷ്ടമാണ്. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല,
കപിൽ സിബൽ പറഞ്ഞതുമല്ല, ഇന്ത്യയുടെ പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി രാജീവ് ശർമ്മ ഫയൽ നാളെ മറ്റന്നാളെ പുറത്തു വരും. എന്നിട്ട് അത് പറഞ്ഞ് അയാളെ മാറ്റിയിട്ട് സ്മിത നാഗരാജൻ എന്ന് പറയുന്ന ജോയിന്റ് സെക്രട്ടറിയെ കൊണ്ടുവന്ന് വെച്ചു പരീക്കർ. ആ സ്മിത നാഗരാജനാണ് ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴപ്പിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ. ഒന്ന്, നെഗോസിയേഷൻ ടീമിന്റെ വിയോജനക്കുറിപ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. രണ്ട്, രാഹുൽ ഗാന്ധി പറഞ്ഞതാണെങ്കിൽ പോലും അത് നിങ്ങൾ വിലക്കെടുക്കണ്ട എങ്കിൽ പോലും എന്തിനാണ് പ്രധാനമന്ത്രിയുടെ അറിവോടുകൂടി അംബാനിയുടെ ആളുകൾ ഫ്രഞ്ച് പ്രതിരോധ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഇമെയിലുകൾ, സംസാരിക്കുന്ന തെളിവുകൾ. മൂന്ന്, പ്രതിരോധ സെക്രട്ടറി മോഹൻകുമാർ നടത്തിയ പാരലൽ ചർച്ച. 4, ജോയിന്റ് സെക്രട്ടറി പിന്നെ നമ്മുടെ രാജീവ് ശർമ്മയെ നിങ്ങൾ എന്തിനു മാറ്റിയിട്ട് സ്മിത നാഗരാജന് കൊടുത്തു? ഇതെല്ലാത്തിനേക്കാൾ ഉപരി ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. 526 ആണോ വലുത്, 1611 വലുത്? അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും അറിയാം 526 ആണ് വലുത്. ഇത് ജ്യോതിർഗമയ അജയകുമാർ, അതായത് കണ്ടന്റുകൾ നിരത്തി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി പരിശോധിച്ചാൽ ഈ CAG റിപ്പോർട്ട് വസ്തുതാപരമായ കാര്യങ്ങളെ വിലയിരുത്തി ഉയരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി, സംതൃപ്തമായ മറുപടി നൽകുന്നതാണോ? അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഒരിക്കലുമല്ല. എന്തുകൊണ്ട്? കാരണം അത് വെറും എൻഡോഴ്സ്മെന്റ് ആണ്. കാരണം മോഡിയുടെ നിലപാടിൻ്റെ ഒരു എൻഡോഴ്സ്മെന്റ് മാത്രമാണ് ഈ CAG കൊടുത്തിരിക്കുന്നത്. CAG തന്നെ ഈ ബിഡിന്റെ ഒരു പാർട്ടായിരുന്നു. ബിഡ് 2007 പ്ലോട്ട് ചെയ്ത ബിഡാണിത്. അതിനകത്ത് പ്രധാനമായിട്ട് 2 ഭാഗമുണ്ട്, ടെക്നിക്കൽ ബിഡും കൊമേഴ്സ്യൽ ബിഡും ഉണ്ട്. ആദ്യം ടെക്നിക്കൽ ബിഡെല്ലാം കൈകാര്യം ചെയ്തതിന് ശേഷം അതിന് ടേംസ് എത്തിയതിന് ശേഷമാണ് സാറിന് കൊമേഴ്സ്യൽ ബിഡ് വരുന്നത്. അതിനാണ് പ്രൈസ് നെഗോഷിയേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ ബിഡ് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമ്മിറ്റിയാണ്. ടെക്നിക്കൽ ബിഡിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് നെഗോഷിയേഷൻ കമ്മിറ്റി ഉണ്ട്. അപ്പം ഇതെല്ലാം വരുന്നത് ഡിഫൻസ് പ്രൊക്യൂർമെന്റ് പ്രൊസീജിയറാണ് ഇതെല്ലാം. അതിനെന്ന് പറയുന്നത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഉണ്ട് സ്ഥിരമായിട്ടുള്ളത്. അപ്പം ഇതിനെയൊക്കെ ഓവർ റൂൾ ചെയ്ത് ഇതിനകത്ത് അപ്പം ഈ പറഞ്ഞു വന്നത്, അപ്പം ആദ്യം വന്നത് 2007 കോട്ട് ചെയ്ത ടെൻഡർ. ഇതുപോലുള്ള ടെൻഡേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ലോങ് ടൈമാണത്. 1, 2, 5, 10 വർഷമുള്ള ഡിസൈഡ് ചെയ്യുന്നത്. 25, 50 വർഷം നിൽക്കുന്ന ഒരു മാനുഫാക്ചറിങ് രീതിയാണിത്. ആ രീതിയിലാണ് ടെൻഡർ കോട്ട് ചെയ്തതെന്ന്. അപ്പോൾ കോട്ട് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ 126 വിമാനങ്ങൾ 18 വിമാനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയും ബാക്കി 108 എണ്ണം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതുമായ ഒരു സംവിധാനമാണുള്ളത്. അതിനകത്ത് 36,000 കോടി രൂപയുടെ എഗ്രിമെന്റ് 2013 തന്നെ സൈൻ ചെയ്തിരുന്നു. നമ്മുടെ HAL-ഉം ഈ കമ്പനിയെ ഡാസ്വാൾട്ടുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതിൻ്റെ പ്രൊക്യൂർമെൻറ്റും പ്രോസസ്സും നടക്കുകയാണ്. പിന്നെ LC ഓപ്പൺ ചെയ്തതിന് ശേഷം ആണ് ഇതിനൊരു ഷെഡ്യൂളുണ്ട്. അപ്പോൾ ഇതിനൊരു ഡെലിവറി ഷെഡ്യൂളുണ്ട്. അത് 36 മാസം മുതൽ 48 മാസം വരെയായിരുന്നു. അപ്പോൾ UPA ഗവൺമെൻറ് പോകുന്ന സമയത്ത് ഡെലിവറി ഷെഡ്യൂളായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഡെലിവറി ഷെഡ്യൂൾ 5 വർഷം, അത് 60 മാസമായി വീണ്ടും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രൊക്യൂർമെന്റ് ആഫ്റ്റർ LC പണം കൈമാറ്റത്തിന് ശേഷവും അതിൻ്റെ വിമാനം കിട്ടാനുള്ള കാലതാമസം കൂടുതൽ നേരിടുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ഒരു സൈസ് ഡിഫൻസിന്റെ പ്രൊസീജിയറിനെയും ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം കോൺട്രാക്ട് നെഗോഷിയേഷൻ കമ്മിറ്റിയോ പ്രൈസ് നെഗോഷിയേഷൻ കമ്മിറ്റിയോ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലോ അവരെയൊക്കെ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യമായി ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് പോളിസിയിൽ അണ്ടർ ക്ലാസ് 4.1 ഓഫ് ചാപ്റ്റർ 1 കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ എൻറ്റിറ്റി ടു ബി ആൻ ഇന്ത്യൻ ഓഫ്സെറ്റ് പാർട്ണർ എൻഗേജ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് എലിജിബിൾ പ്രോഡക്ട്സ്. ഇവിടെ എലിജിബിൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് ആണ്. അതും ഡിഫൻസ് എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇതിന് യുദ്ധവിമാനം മാനുഫാക്ചർ ചെയ്ത് കഴിവുള്ള ഒരു എൻറ്റിറ്റി മാത്രമേ വരാൻ പാടുള്ളൂ. ഇത് പ്രൊക്യൂർമെന്റിന്റെ പ്രൊസീജിയറിൽപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ 13 ദിവസം മാത്രം പ്രായമുള്ള അംബാനിക്ക്, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം അംബാനിയെ മറ്റു പലയിടത്തും കൊണ്ടുപോയി അവരുടെ ഇൻട്രസ്റ്റ് മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു റഷ്യയായിട്ട് ബന്ധപ്പെട്ട കാര്യം നവംബർ 18, 2016 പിന്നെ അനിൽ മോഡിയെ റഷ്യയിൽ 2015 അക്കമൻഡ് ചെയ്തിരുന്നു. ഇവിടെ അൽമാസ് ആന്റി എന്ന റഷ്യൻ S-400 സാം സിസ്റ്റത്തിനും ഇതേപോലെ അനിൽ അംബാനിക്ക് കോൺട്രാക്ട് ഏർപ്പെടുത്തി കൊടുക്കുന്ന ഏർപ്പാടാണ്. ഇപ്പം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ എല്ലാ കമ്പനികളെയും HAL പോലുള്ള ഗവൺമെന്റിന്റെ വലിയ ഡിഫൻസ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അല്ലാതെ മാത്രമല്ല, ഈ എല്ലാന്റെയൊക്കെ 40 years എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളുണ്ട് ഇവിടെ. ടാറ്റ 30 വർഷമായ ഡിഫൻസ് പ്രൊഡക്ഷനിലെ ഇന്ത്യൻ ഡിഫൻസിലെ പല സാധനങ്ങളും മാനുഫാക്ചർ ചെയ്യുന്നവരാണ്. മഹേന്ദ്ര ഉണ്ട്. അങ്ങനെ പല കമ്പനികളും റെപ്യൂട്ടഡ് കമ്പനികളും വർഷങ്ങളായിട്ട് ഡീക്കേഡുകളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അംബാനി 13 ദിവസം മാത്രമുള്ള റിലയൻസിന്റെ അനിൽ അംബാനിയുടെ, അതും $60 ബില്യൺ ആസ്തി ഉണ്ടായിരുന്നു. 2008 ഷെയറിംഗിൽ ആസ്തി ഉണ്ടായിരുന്ന ആള് 2018 ആയപ്പോൾ $2.2 ബില്യൺ അയാളുടെ ആസ്തി ചുരുങ്ങിയിരിക്കുന്നു. അപ്പം ഒരു തരത്തിലുള്ള
പിന്നെ കമ്പനി നടത്താനോ അല്ലെങ്കിൽ ഈ പ്രായോഗികമായ പരിജ്ഞാനവും ഇല്ലാത്ത ആളാണെന്ന് കൂടി അദ്ദേഹം സ്വന്തമായി തെളിയിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞോ മറ്റാരും പറഞ്ഞല്ല. $60 ബില്യൺ നിന്നും പുള്ളിയുടെ ആസ്തി തന്നെ $2.2 ബില്യൺ എത്തിയിരിക്കുന്നു. അതുപോലെ കമ്പനിക്കാരന് 30,000 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇന്ത്യൻ പൈസ. അത് മാത്രമല്ല, അതിലൊക്കെ ഏറ്റവും വലിയ അപകടകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ഒരു കമ്പനിയെ ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിച്ചു എന്ന് ആരാണ് പറഞ്ഞത്? 100ഓളം വരുന്ന മറ്റ് കമ്പനികളുടെ കോമ്പിനേഷൻ. അത് ശരിയാണ്, 100ഓളം കമ്പനികൾ, അത് 67 കോൺട്രാക്റ്റും അംബാനിക്കാണ്. അപ്പൊ 100ഓളം കോൺട്രാക്റ്റിൽ ഈ പറയുന്നുണ്ട്, മറ്റു പല എക്സ്ചേഞ്ചിലുണ്ട്, ചെറിയ ചെറിയ പാർട്സ് ഉണ്ട്. അപ്പൊ ഈ കമ്പനി ഒരു യുദ്ധവിമാനം ഉണ്ടാകുമ്പോൾ അതിന് പല പാർട്സ് ഉണ്ട്. അപ്പൊ അതിന് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ അതിന് ഫൈനൽ അസംബ്ലി യൂണിറ്റ് ആണ് ഈ പറഞ്ഞ യൂണിറ്റ്. അത് മാത്രമല്ല, ഇവിടെ ഒരു ഡിഫൻസ് പിന്നെ ഒരു പ്രൊക്യൂർമെന്റ് കോംപ്ലക്സ് ഉണ്ടാക്കുന്ന ഒരു അപകടമായ രീതിയും ഈ ഓർഡറിൽ കൂടെ വരികയാണത്. അതെല്ലാം അനിൽ അംബാനിയുടെ കയ്യിലോട്ട് പോകുന്ന ഒരു സംവിധാനമുണ്ട് ഇത്. കാരണം അതിനകത്തുള്ള അപകടം എന്ന് പറഞ്ഞാൽ, രണ്ടാമതെന്ന് പറഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള അപകടം എന്ന് പറഞ്ഞാൽ ഇതിന് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. ഒറിജിനൽ കോൺട്രാക്ട് 2012 നെഗോഷിയേഷൻ നടന്നപ്പോഴും 2007 ട്വിറ്റർ. പക്ഷെ ടെക്നോളജി 18 വിമാനങ്ങൾ യൂണിറ്റുകൾ അവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബാക്കി ടെക്നോളജി പൂർണ്ണമായും ട്രാൻസ്ഫർ ചെയ്ത് ബാക്കി എല്ലാ ഭാഗങ്ങളും ഇന്ത്യയിലാണ് അസംബിൾ ചെയ്യുന്നത്. അപ്പൊ അതിന് ശരിയാണ് 100ഓളം കമ്പനികൾ, 100ഓളം പ്രോഡക്ട്സ് ഉണ്ട് ഇതിന്. അപ്പം വിവിധങ്ങളായ മാനുഫാക്ചറേഴ്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അതിനകത്ത് 67 എണ്ണവും അംബാനിക്കാണ്. അപ്പൊ 67 എണ്ണത്തിന്റെ കളക്റ്റീവ് വിലയാണ് ഈ പറഞ്ഞ 30,000 കോടി എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ കോൺട്രാക്ടിന്റെ മേജർ ഭാഗം അംബാനിക്ക് പോകുന്ന രീതിയിൽ മാത്രമായി കോൺട്രാക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത് ഈ എല്ലാ കമ്മിറ്റിയിലും ഓവർവ്യൂ ഉണ്ട്. നരേന്ദ്രമോദി ഡയറക്റ്റായി ഇൻവോൾവ് ചെയ്ത് അപ്പൊ ഇന്റർനാഷണൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് ഈ 2.8% അല്ലെങ്കിൽ 3% കുറവ് എന്ന് CAG കാണുന്നത് കണക്കുകളുടെയോ വില വിവരത്തിന്റെയോ, അത് മൊത്തത്തിലുള്ള വിമാനത്തിന്റേതാണോ, ഓരോ വിമാനത്തിന്റേതുമാണോ, മൊത്തത്തിലുള്ള വിമാനത്തിന്റെ വില എത്ര, അത് മുമ്പ് എന്ന വില വിവര പട്ടിക നൽകാതെയാണ് ഇത്തരത്തിലൊരു കുറവ് എന്ന് പറയുന്നത്. അതാണ് അതിലെ അയുക്തിയായി ചോദ്യം ചെയ്യപ്പെട്ടത് ആദ്യഘട്ടത്തിൽ. രണ്ടാമത്, ഇനി 3% കുറഞ്ഞാൽ തന്നെ അതിനകത്ത് നിരവധി ഈ സോവറിൻ ഗ്യാരണ്ടിയും ബാങ്ക് ഗ്യാരണ്ടിയും ഇല്ലാതെയാണ് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അത് ബാർഗെയിൻ ചെയ്താൽ വീണ്ടും കുറയുമായിരുന്നു എന്നും ഈ CAGയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ ഗ്യാരണ്ടികൾ ഇല്ലാതെയുള്ള ഇടപെടൽ ദസോയ്ക്ക് ഏകപക്ഷീയമായ വലിയ ലാഭം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ കുറവ് സംഭവിച്ചത്. അങ്ങനെ വന്നിരുന്നാൽ പോലും അഴിമതിയുടെ സാധ്യതകൾ അവിടെ കൂടുതൽ. അഴിമതി എന്ന് പറഞ്ഞാലേ പണവുമായിട്ട് മാത്രം കാണുന്നതിനകത്ത് ഇവിടുത്തെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ പ്രശ്നം 2.5%, 2.86% കുറഞ്ഞു. കുറയട്ടെ, രാജ്യത്തിനാണുള്ള പ്രയോജനം. 9% എന്നുള്ളത് അബദ്ധത്തിൽ പറഞ്ഞതാകാം. ആദ്യം ഞാനങ്ങ് സമ്മതിച്ചു. അല്ല, നമ്മളങ്ങ് അല്ല, ഞാൻ പറഞ്ഞില്ല, അവർക്ക് അബദ്ധം പറ്റി, പോട്ട് 2.86 കുറഞ്ഞിട്ടുള്ളൂ, എന്നാലും പ്രയോജനപ്പെട്ടുള്ളൂ. എന്റെ ചോദ്യം ഇതല്ല, അംബാനി എങ്ങനെ ഇങ്ങനെ MOU കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു എന്ന് അറിഞ്ഞു? ആദ്യത്തെ ചോദ്യം. എങ്ങനെ അയാൾ നേരത്തെ അവിടെ പോയി? കാര്യം ഓത്ത് ഓഫ് സീക്രസി എടുത്തിട്ടുള്ള ആളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ല പ്രധാനമന്ത്രിയോ എങ്ങനെ ഇത് കൊടുത്തു? കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണ് ആദ്യത്തെ കാര്യം. 2, ഈ ലെറ്റർ ഓഫ് കംഫർട്ട് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് കൊടുത്തു. ലെറ്റർ ഓഫ് കംഫർട്ട് കൊടുത്തതിൽ അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി വേണ്ടാന്ന് വെച്ചതിൽ 25% ഡെസോയ്ക്ക് ലാഭമുണ്ട്. ആ ലാഭവീതത്തിന് വേണ്ടി എന്തുകൊണ്ട് നമ്മൾ ആർഗ്യൂ ചെയ്തില്ല? ജനങ്ങൾ BJP-കാരെയൊന്നും പറഞ്ഞാൽ വീണ്ടും കുറയും. ഒന്ന്, പിന്നെ ആവശ്യമില്ലാത്ത ഇന്ത്യൻ അഡീഷണൽസ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ആവശ്യമില്ല എന്ന് എയർഫോഴ്സ് തന്നെ പറഞ്ഞിരിക്കുന്ന സാധനം ഇതെ പിടിപ്പിക്കണമെന്ന് തന്നെ മോഡിജിക്ക് ഇത്ര നിർബന്ധം. ആലോചിക്കേണ്ട വിഷയമാണ്. 4 അഡീഷണൽ സിറ്റിംഗ്സ് ഇതിനകത്ത് വേണ്ടാത്തതാണെന്ന് എയർഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോഡിജിക്ക് നിർബന്ധമായിരുന്നു അത് പിടിപ്പിക്കണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ജനങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇത്. ഓഫ്സെറ്റിനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞു, ശ്രീമാരേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓഫ്സെറ്റ് ബാക്കിയുള്ളവരാരും പോകാതെ അംബാനി മാത്രം തന്നെ പോയത്? ബാക്കിയുള്ളവർക്കാർക്കും താല്പര്യമില്ലായിരുന്നോ? അംബാനി മാത്രം പോയത് തന്നെ. ജനങ്ങൾ ചിന്തിച്ചാൽ മതി, BJP-കാർ ചിന്തിക്കൊന്നും വേണ്ട. അതായത് അവർക്ക് ചിന്തിപ്പിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഗ്യാരണ്ടിയുടെ കേസിൽ എന്താണ് ഡിബേറ്റ് ചെയ്യാഞ്ഞത്? ഈ പാരലൽ നെഗോഷിയേഷൻ നടത്തിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. അതുകൊണ്ടാണല്ലോ ഡിഫൻസ് കൗൺസിൽ ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്ഷൻ നോട്ടും ഒക്കെ അവരെ പുറകോട്ട് വരികയെന്ന് പറഞ്ഞത്. ആ വിഷയത്തെക്കുറിച്ച് എന്നാ ഈ CAG പറയാഞ്ഞത്? ഇത് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞ UPA-യുമായിട്ട് കമ്പാരിസൺ CAG നടത്താൻ CAG ആരാ? CAG നടത്തേണ്ടത് എക്സിസ്റ്റിംഗ് റെക്കോർഡ് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരത്തിൽ അത്തരത്തിൽ നിലവിലുള്ള അവസ്ഥയെ കമ്പയർ ചെയ്യാൻ CAG-ക്ക് ആവുമോ? അല്ല, പ്രായോഗികമായി എന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇത് കൃത്യമായിട്ട് അതിനൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അവർ ചെയ്യേണ്ട കാര്യമില്ല, പൊളിറ്റിക്സ് അവരുടെ പണിയല്ല. അവരിപ്പം നിന്നിരിക്കുന്ന ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റാൻഡിങ് എന്താണെന്ന് അവർ പറഞ്ഞാൽ മതി. അതുമായിട്ടുള്ളതൊക്കെ നമുക്കറിയാം, ഇവർ പറയണ്ട. മനസ്സിലായില്ലേ? ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം എന്താണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര കുറഞ്ഞു. എന്തിന്? ഇത് മോഡിജിക്ക് വേണ്ടി ഈ സാധനം ആയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? എനിക്ക് അക്കൗണ്ട് CAG-യുടെ ഓഫീസ് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിനോട്
ഇംപെക്കബിൾ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസ് ആയിരിക്കണം എന്ന് എനിക്ക് ആ ഓഫീസിനോട് എനിക്ക് എതിർവശമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള വൃത്തികേടുകളും കാണിക്കുന്നതിനകത്ത് മോശമുണ്ട്. കാര്യം അവിടെ ഇരിക്കും, കാര്യം ഫൈനാൻസ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ കൃത്യമായിട്ടുണ്ട്. അജീം ഷാദെ എന്നെ ഇല്ലാത്തത്. അപ്പോൾ ഈ വിഷയത്തിൽ ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്ന ആൾ ഇപ്പുറത്ത് വന്നിരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ശ്രീമാറിയേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ കപിൽ സിബാലിനെ കുറിച്ച് അങ്ങേരെ അങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞു, അല്ലെ പൊട്ടനാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അരുൺ ജെയ്റ്റ്ലി തന്നെ, അരുൺ ജെയ്റ്റ്ലി ആരാ, വക്കീലല്ലേ? ഇവരൊക്കെ ഈ കൂട്ടത്തിലുള്ള ഇനത്തിൽ തന്നെ ഉള്ളതാണ്. മനസ്സിലായി? അരുൺ ജെയ്റ്റ്ലി വലിയ വർത്തമാനം പറഞ്ഞ ആളാണ്. പുള്ളി പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിന്റെ വലിയതെന്നൊക്കെ പറഞ്ഞോളൂ. ഈ പാർട്ടി അവിടെ ഒന്നും ജയിച്ചില്ല അമൃത്സറിൽ. ആ പാർട്ടിയാണ് ഈ പാർലമെന്റിന്റെ മഹത്വം പറയുന്നത്. അപ്പൊ ഇന്ന് അരുൺ ജെയ്റ്റ്ലി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള രാജ്യസഭയിലൂടെ ചാൻസ് എന്റെ പോയിന്റ് ഓഫ് ആർഗ്യുമെന്റ് ഇത്രയാണ്. CAG പറഞ്ഞത് നമുക്ക് അക്കൗണ്ട് ചെയ്യാം, 2.586% കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അതല്ലല്ലോ ഈ ബാക്കിയുള്ള അഴിമതി നമ്മൾ പറഞ്ഞത്. പാരലൽ ഡിബേറ്റ് നടക്കുന്നു. ഓഫ്സെറ്റ് കോൺട്രാക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഇവിടെ പരാമർശിച്ചിട്ടില്ല. നമ്മൾ പറയുന്ന മൊത്തം ഓഫ്സെറ്റുമായിട്ട് ബന്ധപ്പെട്ട അംബാനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത്. അതായത് മുഴുവൻ കാര്യങ്ങളെയും ഈ കളികൾ കൊണ്ട് നികത്താവുന്ന കണക്കുകളുടെയും വിലവിവര പട്ടികകളിലേക്കും ഫോക്കസ് ചെയ്യുക കൃത്യമായി ഗീബൽസിൻ തന്ത്രമാണെന്നാണ് ഇവരൊക്കെ നിരീക്ഷിക്കുന്നതിന്റെ മറുവാക്ക്. അതായത് അത്തരത്തിൽ ഒരു കണക്കിന്റെ കളികളിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിനുശേഷം ഇവിടെ ഉയരുന്ന ആരോപണങ്ങൾക്കൊക്കെ ആ മറുപടിയായി ഉപയോഗിക്കുക. ഇതാണ് ശ്രീകുമാർ ഉപയോഗിച്ചത്. അതിലേക്ക് ഞാൻ എത്താം. അതായത് ഈ CAG റിപ്പോർട്ട് ഇപ്പൊ കോൺഗ്രസ് ആരോപിച്ചതുപോലെ ഈ 3 നെഗോഷിയേറ്റിംഗ് ടീമിന്റെ 3 പേരുടെ വിയോജനക്കുറിപ്പ് ഉൾപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് CAG പരാമർശിച്ചിട്ടുണ്ടോ? ആ സംശയം ഉയർന്നവർക്ക് ഒരു മറുപടി ഉണ്ടോ? നേരത്തെ C മോഹൻകുമാർ എഴുതിയതുപോലെ പാരലായ ഇടപെടലുകൾ PMO നടത്തുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുന്നു. അതിനുള്ള മറുപടി, അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുള്ളവർക്ക് മറുപടി ഈ CAG റിപ്പോർട്ടിലുണ്ടോ? ഇതൊക്കെയാണ് പ്രശ്നം. അതിനു മുമ്പ് ഈ ലാല് പറഞ്ഞൊരു പ്രശ്നം, കപിൽ സിബൽ മോശക്കാരനായി അല്ല വിഡ്ഢിയാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും പറയില്ല, കാരണം കപിൽ സിബലിനെ വക്കീലാണ്. അല്ല, പറയാത്ത കാര്യം ഞാൻ പറഞ്ഞ കപിൽ സിബൽ കക്ഷിക്ക് വേണ്ടി നല്ല രീതിയിൽ ആർഗ്യൂ ചെയ്യും. അത് കോൺഗ്രസ്സുകാരുടെ അംബാനിക്ക് വേണ്ടി ചെയ്യും. നാളെ BJPക്ക് വേണ്ടി കേസ് കൊടുത്താൽ അദ്ദേഹം അത് ആ രീതിയിൽ തന്നെ ചെയ്യും. അങ്ങനെ തന്നെയാണ്, നല്ല വക്കീലാണ്. അവരൊക്കെ മോശമെന്ന് ഞാൻ മനസ്സിൽ പോലും കണ്ടിട്ടില്ല. അതാദ്യം തെറ്റ്. കപിൽ സിബൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഇന്ത്യയിലെ വിരലെണ്ണാവുന്ന മികച്ച വക്കീലന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് നമ്മൾ നെഗോഷിയേഷൻ രണ്ട് കാര്യം, C മോഹൻകുമാർ എഴുതിയ വിയോജനക്കുറിപ്പ് അഴിമതിയുടെ ആരോപണത്തിന്റെ സംശയം ഉയരുന്നവർക്കുള്ള മറുപടി CAGയിലുണ്ടോ? അത് സംതൃപ്തമാക്കുന്നുണ്ടോ? CAGയുടെ കാര്യത്തിൽ ഇവർ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ. ഒരാൾ പറയുന്നു CAG എന്തിനാണ് കമ്പാരിസൺ നടത്തിയത്, അത് CAGയുടെ പണിയാണോ? വെറും കണക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. അതേ സൈഡിൽ നിന്നുകൊണ്ട് വേറെ ആൾ പറയുന്നു CAG എന്തുകൊണ്ട് ഗവൺമെന്റ് ചില ഡോക്യുമെന്റ് നോക്കിയില്ല. ഒരു CAG റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി കാണിച്ച ഇമെയിൽ എന്തുകൊണ്ട് നോക്കിയില്ല, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ഡിസന്റ് നോട്ട് ഉണ്ടായിരുന്നു, അത് എന്തുകൊണ്ട് നോക്കിയില്ല, ഇതെന്തുകൊണ്ട് നോക്കിയില്ല. ഇതിൽ ഏതിനാണ് ഉത്തരം പറയേണ്ടത്? നോക്കണോ നോക്കണ്ടയോ? കണക്ക് മാത്രം നോക്കിയാൽ മതിയോ? അപ്പൊ അതാണ് ഇതിന്റെ അകത്ത് വെറുതെ ഓരോരുത്തർക്കും പറയാ. ഇവിടെ അജയ് സാർ പറഞ്ഞ എന്താണ്, എന്തെല്ലാം പറഞ്ഞത്? 30,000 കോടി രൂപയും ഓഫ്സെറ്റ് പാർട്ണറായ അംബാനിക്ക് കൊടുത്തു. എന്റെ സാറെ, മൊത്തം 60,000 കോടി രൂപയുടെ ഒരു ഡീലാണ് ഈ ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ളത്. അതിന്റെ പകുതിയോളം ഇന്ത്യയിൽ ചെലവഴിക്കണമെന്നുള്ളത് ഇന്ത്യയിൽ ഉണ്ടായ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥയാണ്. ഇന്ത്യയിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളിൽ അവർക്ക് ഷെയർ എടുക്കാം, ഇന്ത്യൻ കമ്പനികളോട് അവർ സാധനങ്ങൾ വാങ്ങാം, ഇന്ത്യൻ കമ്പനിയെ കൊണ്ട് സാധനങ്ങൾ നിർമ്മിക്കാം. ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത്. 30,000 കോടി. ആ 30,000 കോടിയിൽ 9,000 കോടിയും DRDO, ഞാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിക്കാണ്, ഗവൺമെന്റ് കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി 21,000 സാറി പറഞ്ഞ മഹീന്ദ്ര ഉൾപ്പെടെയുള്ള 100ഓളം കമ്പനികൾക്കാണ്. എവിടെ അംബാനിയുടെ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് വെറും 840 കോടിയുടെ എന്തോ ഒരു കരാറാണ്. ഷഫീറെ, അതാണ് ഓഫീസ് പാർട്ണർ. പിന്നെ ഷഫീറെ, അതാണ് കാതലായി ഷഫീർ പറഞ്ഞൊരു തുക 520 കോടി രൂപ, 1620. ഇവിടുത്തെ കണക്ക് 520 കോടി എന്ന് പറയുന്നത് 2007 ഈ കരാറുമായിട്ട് UPA സർക്കാർ ആദ്യം പോകുമ്പോഴത്തെ ഒരു റേറ്റ് ആണ്. ഒരു വിമാനത്തിന് 520. UPA കരാറ് 2014 സൈൻ ചെയ്യുമ്പോൾ അത് 730 BJP അത് 670. പിന്നെ നമുക്ക് ഒരു വീട് പണിയണമെങ്കിൽ കോൺട്രാക്ട് കൊടുക്കുക, സ്ക്വയർ ഫീറ്റ് 2,000 രൂപ എന്ന് പറയും. അത് സ്ക്വയർ ഫീറ്റ് 2,000 രൂപയ്ക്ക് പണിയും, ചിലവർ 1,800 പണിയും, 2,200 പണിയും. ഈ 2,000 സ്ക്വയർ ഫീറ്റ് പണിതിട്ട് ജീവിക്കുന്ന ആൾക്കാരെ സാധനങ്ങൾ മേടിക്കുന്ന ഓരോ റേറ്റിലായിരിക്കും. ചിലവർ പായിട്ട് കിടക്കും, ചിലർ കട്ടിലിട്ട് കിടക്കും, ചിലർ ആ ഫർണിച്ചർ മേടിക്കണം. ചുമ്മാ വീട് പണിത് കാര്യമില്ല, വിമാനം മേടിക്കാനുള്ള വിലയോ
വീടിന്റെ വിലയേക്കാൾ വലിയ അക്സസറീസ് ആവുമോ? എന്റെ ചോദ്യം അതല്ല ശ്രീകുമാർ, അതല്ല അതല്ല. ഷഫീറിലേക്ക് അതിന്റെ മറുപടി ഒരിടവേളയ്ക്ക് ശേഷം തീർച്ചയായും ഷഫീർ. അതായത് ഇതേ സംബന്ധിച്ച് ശ്രീകുമാർ മുമ്പോട്ട് വെക്കുന്ന ആരോപണങ്ങൾ താങ്കൾ ഉയർത്തിയ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണോ? സിയാൻഡേജി റിപ്പോർട്ടിനെ പോലെ ഇപ്പോൾ അത് മുമ്പോട്ട് വെക്കുന്ന അവ്യക്തതകളും സ്ഥിരമില്ലായ്മയും പല കാര്യത്തെക്കുറിച്ചുള്ള നിഗൂഢതയും ശ്രീകുമാറിന്റെയും BJP-യുടെയും ഒക്കെ വാക്കുകളിൽ താങ്കൾ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്നൊന്ന് എണ്ണിപ്പറയാം. ചർച്ചയുടെ അവസാന യഥാർത്ഥത്തിൽ ഞാൻ ഒരു 7-8 ചോദ്യങ്ങൾ ചോദിച്ചു. 7-8 വിഷയങ്ങൾ ആധികാരികമായി റിപ്പോർട്ട് പറഞ്ഞു. ഒരെണ്ണത്തിന് പോലും ശ്രീകുമാരേട്ടൻ മറുപടി പറഞ്ഞില്ല. പറയാൻ കഴിയില്ല. BJP-യിലെ ഒരു വക്താവിനും പറയാൻ കഴിയില്ല. ഇവർ പെട്ടിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞു, CAG ഇവരെങ്ങനെ സഹായിച്ചു ഞാൻ പറഞ്ഞുതരാം. സാധാരണഗതിയിൽ CAG ചെയ്യേണ്ട എന്താ, ഈ ആദ്യം ഈ കരാറൊക്കെ നോക്കിയതിന് ശേഷം കരാറുമായി ബന്ധപ്പെട്ട കൺസിലേഷൻ നടത്തിയ ചർച്ച നടത്തിയ ആ 7 അംഗ ഡിഫൻസ് ടീമിനെയല്ലേ ആദ്യം കാണേണ്ടത്? അതിലെ 3 പേരുടെ വിയോജനമല്ലേ ആദ്യം പരിശോധിക്കേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ട് എയർ മാർഷൽ SBP സിൻഹയുടെ നേതൃത്വത്തിലുള്ള 7 അംഗ കമ്മിറ്റിയിൽ 3 പേർ എന്തിന് പ്രതിഷേധിച്ചെന്നും എന്തുകൊണ്ട് വിയോജനക്കുറിപ്പ് എഴുതിയെന്നും എന്നെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഈ CAG-യുടെ വിശ്വാസ്യത വളരെ വർദ്ധിക്കുമായിരുന്നില്ലേ? ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ പറയാം അതിന്റെ ഏറ്റവും അവസാനം ഇങ്ങനെ പറയാ, ആ ഡിസെൻഡിങ് നോട്ടിന്റെ ഭാഗം ഇങ്ങനെ പറയാണ്, IND പിന്നെ നെഗോസിയേഷൻ 55.6%, 55.6%, മോർ ദാൻ ദ ബെഞ്ച് മാർക്ക് പ്രൈസ് ഡിഫൻസ് പ്രൊക്യൂർമെന്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് ഈ ഫൈറ്റർ ഓഫർ ഈസ് മച്ച് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ UPA കാലത്ത് ഉണ്ടാക്കിയതിനേക്കാൾ പിന്നെ ഒരു അല്പം പോലും മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല 55.6% വിലയുടെ വർധന ഉണ്ടായി എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. ആ ഡിഫൻസ് കൗൺസിലിന്റെ 7 അംഗ നെഗോസിയേഷൻ ടീമിലെ 3 പേരുടെ ഡിസെൻഡിങ് നോട്ട് പറഞ്ഞ കാര്യമാണ് അത്. അതെന്തുകൊണ്ട് CAG പരിശോധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാതലായ ഒരു ചോദ്യം. 2, സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ പറയുന്നെങ്കിൽ പോട്ടെ, ഈ കരാറുണ്ടാക്കിയത് ഫ്രഞ്ച് കമ്പനിയുമായിട്ടാണല്ലോ. അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാ? ശ്രീ ഫ്രാൻസോ ഒലാദ് ആണല്ലോ സാറേ. ഫ്രാൻസോ ഒലാദാണ്. ഫ്രാൻസോ ഒലാദ് 23/9/2018 ഫ്രാൻസിൽ വെച്ച് പരസ്യമായി പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നെഗോസിയേഷൻ നടത്തിക്കൊണ്ട് ഈ പറയപ്പെടുന്ന അംബാനിയുടെ കമ്പനിയെ ഇതിന്റെ പാണറാക്കിയതിന്റെ പുറകിൽ PMO ആണ്, ഇന്ത്യയുടെ സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും അല്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് അനിൽ അംബാനിയുടെ ശുപാർശ വന്നത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നാണ്. ഇന്ത്യയുടെ ഭാഗത്താണെന്ന് പറഞ്ഞാൽ ആരുടെ ഭാഗത്തുനിന്ന്? രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നായിരിക്കില്ലല്ലോ, സീതാറാം യെച്ചൂരിയുടെ ഭാഗത്തൊന്നും ആയിരിക്കില്ലല്ലോ. ഇന്ത്യയുടെ ഭാഗത്തെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരുന്നത് ആരാ? ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നാണ്. ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഒരു രാഷ്ട്ര തലവൻ പറഞ്ഞ ഭാഗത്തേക്ക് CAG അങ്ങനെയാണ് ഈ വിവാദം ഏറ്റവും തുടങ്ങുന്നത്. 3, ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഗ്ലോബൽ ടെൻഡർ വിളിച്ചില്ല? നിങ്ങൾ ഗ്ലോബൽ ടെൻഡർ വിളിച്ചോ? നിങ്ങൾ ഗ്ലോബൽ ടെൻഡർ വിളിച്ചില്ല. നിങ്ങൾ പ്രതിരോധ മന്ത്രി ഉൾപ്പെടുന്ന പ്രതിരോധ കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്തോ? CAG അതല്ലേ ആദ്യം ചോദിക്കണ്ടേ? പ്രതിരോധ കൗൺസിൽ കൂടിയിട്ടാണോ അംഗീകാരം കൊടുത്തത്? അഥവാ സൈനിക മേധാവികൾ ഉൾപ്പെടെ പ്രതിരോധ സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ പ്രതിരോധ കൗൺസിലിന്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണോ ഈ കരാറിലേക്ക് പോയത് എന്ന ഒറ്റ കാര്യം. അതൊരു സാങ്കേതികത്വത്തിന്റെ പ്രശ്നമാണ്. ആ സാങ്കേതികത്വമെങ്കിലും ഇവിടെ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, പാലിച്ചിട്ടുണ്ടോ എന്ന് CAG-ക്ക് നോക്കാമല്ലോ. CAG അതും നോക്കിയിട്ടില്ല. പിന്നെ പറഞ്ഞെന്താ? അടിസ്ഥാന വില. ഞാൻ ഇത്രയേ ഉള്ളൂ, ഒരു ജ്യേഷ്ഠൻ പോയിട്ട് 1 കിലോ പഞ്ചസാര 25 രൂപയ്ക്ക് വാങ്ങുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ വൈകുന്നേരം അനുജൻ പോയിട്ട് 1 കിലോ പഞ്ചസാര 45 രൂപയ്ക്ക് വാങ്ങുന്നു. അച്ഛൻ ചോദിക്കുന്നു, എങ്ങനെയാടാ മോനെ പൈസ വില കൂടിയെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, പൈസ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷേ അടിസ്ഥാന വില ചേട്ടനേക്കാൾ കുറവാണ് ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ? അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോ UPA കാലത്ത് സിമ്പിളല്ലേ കാര്യം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ചോദിച്ച പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തെയും BJP അഡ്രസ് ചെയ്തിട്ടില്ല. ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പ്രൊക്യൂർമെന്റ്സുകളും ഇതിനകത്ത് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. സത്യത്തിൽ നിങ്ങൾ എഴുതി വെച്ചോ, 16,000 കോടി രൂപയിൽ 5,000 കോടി രൂപയ്ക്ക് മുകളിൽ
ശ്രീ അമിത്ഷായ്ക്കും BJPക്കും കിട്ടത്തക്ക തരത്തിലും അംബാനിയുടെ കടം വീട്ടി അവരെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള തരത്തിലുമാക്കി സംഭവം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ ഇത്രയും വലിയ പണി കിട്ടുമെന്ന് ഇവർ കുടിച്ച ശ്രീകുമാർ മറുപടി ഉണ്ടെങ്കിൽ പെട്ടെന്ന്. ഞാൻ 840 കോടിയുടെ കരാർ കിട്ടിയ അംബാനി എങ്ങനെ 4000 കോടിയും BJPക്ക് കൊടുക്കും? അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? വേറെ 840 കോടിയല്ല ഉള്ളു അംബാനിക്ക്. ഇവര് പിന്നെ 840 കോടിയുള്ള അംബാനിയുടെ കമ്പനിക്ക് കരാറുണ്ടോ? നിങ്ങൾ നോക്കൂ, ആ കരാർ എങ്ങനെ നൽകി? നൽകാൻ യോഗ്യതയില്ലാത്ത കരാർ എങ്ങനെ 10 ദിവസം? ശ്രീകുമാർ അതിന്റെ ശ്രീകുമാർ അതിന്റെ 29,000 കോടി 57,000 കോടി ആയതെങ്ങനെ? അതിന് മാത്രം എക്സ്പ്ലെയിൻ. 29,000 കോടി രൂപയുടെ UPAയുടെ കാലത്തെ കരാർ 57,000 കോടിയായി മാറിയതിന്റെ യുക്തി എന്റെ നിങ്ങൾ ഒരു കാര്യം ശ്രീകുമാർ സാറേ, നിങ്ങൾക്ക് ചർച്ചയുടെ ആദ്യഘട്ടം മുതൽ കണക്കുകളും കാര്യങ്ങളും പ്രയോഗങ്ങളും പേരുകളും വെച്ച് ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ചോദ്യത്തിന് BJP ചോദ്യത്തിന് ഉത്തരം വേണ്ടല്ലോ. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ ശരി, ഒറ്റ കാര്യം, ഒറ്റ ചോദ്യം. അടിസ്ഥാന വിലയും അവസാന വിലയും ഒന്നാണോ രണ്ടാണോ? രണ്ടാണല്ലോ. ആണല്ലോ. ശരി, അന്തിമ വില ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ? 526 ആണല്ലോ. 526 കോടിയാണല്ലോ. അല്ലല്ല, ചർച്ച തുടങ്ങുമ്പോ 526, 526. നിങ്ങളുടെ കാര്യത്തിൽ 14 നിങ്ങളുടെ 1670. അല്ലല്ല, 1610. അടിസ്ഥാന വില അടിസ്ഥാന വില അവസാനം തെറ്റാണ്. അന്തിമ വിലയിലേക്ക് വരണം. അന്തിമ വിലയിലേക്ക് വരണം. അന്തിമ വില ആയിട്ടില്ലല്ലോ. അതാണ് അതിന്റെ കാര്യം. ശ്രീ ജ്യോതിർഗമയ പറഞ്ഞ വിലയാ? അല്ലല്ല, അതായത് അന്തിമ വിലയെ സംബന്ധിച്ച് സൂചിപ്പിക്കാതെയാണ് 2.8 എന്ന വിലക്കുറവിനെ സംബന്ധിച്ച് പറയുന്നത്. ആ വിചിത്രവാദം ശ്രീകുമാറിനും ബോധ്യമായി എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചർച്ചയുടെ അവസാനം, അതായത് അഴിമതി നിരോധന ചട്ടം ഈ കരാറിൽ നിന്ന് ഒഴിവാക്കി. ഇന്റർ ഗവൺമെന്റൽ എഗ്രിമെന്റിന്റെ സാധുവായ സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നിട്ടും ആ കരാറിലേക്ക് എത്തിച്ചു. DPP ചട്ടത്തെ മറികടന്ന് അഴിമതി നിരോധന ചട്ടം പിൻവലിച്ചു. പിഴ ചുമത്താനുള്ള ക്ലോസ് ഇല്ലാതാക്കി. എസ്ക്രോ അക്കൗണ്ടിന്റെ സാധ്യതകളെ ഇല്ലാതാക്കി. ഒപ്പം 7 പേരിൽ 3 പേരുടെ പ്രതിനിധി സംഘത്തിന്റെ വിയോജനക്കുറിപ്പ്, പ്രതിരോധ വകുപ്പിന്റെ വിയോജനക്കുറിപ്പ്, പാരലായുള്ള ഇടപെടലിനോടുള്ള വിയോജിപ്പ്, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ദസോ എന്ന ഫ്രഞ്ച് കമ്പനിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും, ഇന്ത്യ അല്ലാത്ത മറ്റുള്ളവർക്കും ഗുണപരമാകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ഇന്ത്യയുടെ സാധ്യതകളെയൊക്കെ കുറയ്ക്കുകയും ചെയ്യുന്നത് തന്നെ അഴിമതിയുടെ പ്രഥമ ദൃഷ്ടിയ ഉള്ള നോട്ടമാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അഴിമതി നടന്നിട്ടില്ല എന്ന് വെറും കണക്കിന്റെ കാര്യത്തിൽ പറയുന്നത്. അതിന്റെ യുക്തി പരിശോധിക്കപ്പെടണ്ടേ? അല്ല, ഇത് ഒരു യുക്തിക്കും അതീതമായിട്ട് എല്ലാ പ്രഥമ ദൃഷ്ടിയിലും സെക്കൻഡറി ദൃഷ്ടിയിലും എല്ലാ ദൃഷ്ടിയിലും അഴിമതി വളരെ ഭീകരമായി നടന്നിരിക്കുന്നു. ഇതിന്റെ പ്രൈസിന്റെ കാര്യം പറയുമ്പോഴേ UPA ഗവൺമെന്റ് കാലത്ത് 2012 നെഗോഷിയേറ്റ് ചെയ്തിരുന്ന പ്രൈസ് 36 എയർക്രാഫ്റ്റിന് വേണ്ടി 11,940 കോടി രൂപയാണ്. അത് കഴിഞ്ഞപ്പോൾ NDA ഇപ്പോൾ വാങ്ങിയ പ്രൈസ് 60,145 കോടി രൂപയാണ് 36. പക്ഷെ അത് എങ്ങനെ വില വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില എങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം. ഇപ്പൊ വാങ്ങിയ നിങ്ങളുടെ എഗ്രിമെന്റ് കാര്യം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ല. മോഡിക്ക് അറിയില്ല, മോഡി സമ്മതിക്കുന്നില്ല. മോഡി പറയുന്നില്ല. മോഡി പറയുന്ന ഖാവുങ്ക എന്നാ ഖാനദൂങ്ക. പക്ഷെ പുള്ളി മൊത്തം കഴിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ 36 എയർക്രാഫ്റ്റ് വാങ്ങാൻ തീരുമാനിച്ചതിന്റെ വില എന്ന് പറഞ്ഞാൽ 60,145 കോടിയാണെന്ന് അവർ കമ്പനി ഡിക്ലെയർ ചെയ്തു. അവരുടെ റിപ്പോർട്ട് ഇവിടെ പറഞ്ഞില്ല. ദാസോ കമ്പനി അവരുടെ റിപ്പോർട്ടിൽ, അവരുടെ ആനുവൽ റിപ്പോർട്ട്, കമ്പനികൾക്ക് ആനുവൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ദാസോ കമ്പനി ഇപ്പോൾ ലേറ്റസ്റ്റ് അതാണ്, ദസോയ്ക്ക് മാത്രം ഗുണപരമായ ഇന്ത്യക്ക് നഷ്ടമുണ്ടാകുന്ന ഇത്രയേറെ കോംപ്രമൈസുകൾ പ്രൈസാണ് 60,145 കോടിയാണ് 36 പ്രൈസ്. നേരത്തെ 60,000 കോടി. നിങ്ങൾ കളം പറയാണ്, മോഡിയെ പോലെ താങ്കൾ കളം പറയുന്നു.
ഒറ്റ ചോദ്യം യു പി എത്രയ്ക്ക് 126 ഏർക്കാട്ടിന് മൊത്തം 600 കോടിയായിരുന്നു ബഡ്ജറ്റ് വെച്ചിരുന്നത്. പിന്നെ രണ്ടാമത് കാര്യം ഞാൻ പറയട്ടെ, ഇത് ആദ്യം തന്നെ ബഡ്ജറ്റ് ഒരു ടെൻഡർ പൂർത്തി ചെയ്യുമ്പോൾ തന്നെ 2007 വാലിഡിറ്റി എന്ന് പറയുന്നത് 10 വർഷമാണ്. 10 years validity. അതല്ല ഇതിനകത്ത് കാതലായി വരുന്നത് CAG യെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ. ഒന്ന്, രണ്ട്, endorse ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഏജൻസി ചർച്ച പൂർത്തീകരിക്കുമ്പോൾ അല്ല യു പി മേടിക്കാൻ തീരുമാനിച്ചത് ഒരു 18 എണ്ണം. ബാക്കി 108 ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു. അതാണ് കിട്ടി കണക്കൊക്കെ. ചർച്ച പൂർത്തീകരിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്നു. ചർച്ച പൂർത്തീകരിക്കുമ്പോൾ CAG കൊണ്ടുവന്ന സംഭവങ്ങളെ കുറിച്ചുള്ള അവ്യക്തതയും അതേക്കുറിച്ച് ഉയരുന്ന സംശയങ്ങളും. രണ്ട്, ദസോയ്ക്ക് മാത്രം ഗുണപരമായി ഇന്ത്യക്ക് ഒരു ഗുണപരവുമല്ലാത്ത ക്ലോസുകൾ എഴുതി ചേർക്കുകയും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തതിലെ യുക്തി അഴിമതിക്കല്ലാതെ പിന്നെ എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് എന്ന് പറയാൻ ഇതുവരെ മോദിക്കോ മോദി സർക്കാരിനോ ആയിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പരമപ്രധാനമായ വിഷയം. എന്തായിരുന്നാലും റഫേൽ വിഷയത്തിൽ CAGയും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കലായി. ആര് തെളിയിക്കും ഇനി ആ ഇരുട്ടിനെ എന്നതാണ് കോടതിയിലേക്ക് ദിശ ചൂണ്ടി രാജ്യം ചോദിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.